Hello folks, welcome back to Lethologica. Samsung latest version S20 FE ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. എറണാകുളം ജില്ലയിലെ സാംസങ്ങിന്റെ ഏറ്റവും നല്ല ഔട്ട്ലെറ്റ് ആയ ഐറ്റിനെറ്റിൽ നിന്നാണ് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അതുകൂടാതെ ഐറ്റിനെറ്റിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്ട്രാ ഫോൺ കവറും അതുപോലെ തന്നെ ഒരു സ്ക്രീൻ ഗാർഡും അവർ തന്നായിരുന്നു. സോ ഇനി നമുക്ക് പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ചാർജർ അഡാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഒറ്റുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഒരു ക്വിക്ക് ചാർജർ അല്ല. പ്രീമിയം ഫോണായിട്ട് പോലും അവർ നമുക്ക് ക്വിക്ക് ചാർജർ അല്ല അവൈലബിൾ ആക്കി തന്നിരിക്കുന്നത്. ഇത് അഡാപ്റ്ററുടെ കേബിളാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള കേബിൾ തന്നെയാണ്. ഇതൊരു 5G മൊബൈലാണ്. അതുപോലെ തന്നെ ഇതിൽ ഡ്യുവൽ സിം അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഓഡിയോ ജാക്ക് എന്ന് പറയുന്നത് C ടൈപ്പ് ആണ്. സോ ചാർജ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇയർഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു സജഷൻ എന്ന് പറയുമ്പോൾ ഇത്തരം പ്രീമിയം ഫോൺസിൽ വയർലെസ് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ലെത്ലോജിക്കയുടെ കുറച്ച് സജഷൻസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർ പോയി ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പിയറൻസിലേക്ക് കിടക്കാം. സോ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ക്ലൗഡി നേവി ആണ്. ഇത് കൂടാതെ 3 വേരിയൻസും അവർക്ക് അവൈലബിൾ ആണ്: ക്ലൗഡി ലാവൻഡർ, ബ്ലാക്ക് ആൻഡ് റെഡ്. ഇവർ ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത് ടോപ്പ് ലെഫ്റ്റിലായിട്ടാണ്. നല്ലൊരു ഫിനിഷിങ്ങും പെർഫെക്റ്റ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. തന്നെ ഇതിൻ്റെ പവർ ബട്ടണും വോളിയം ബട്ടണും റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സിം സ്ലോട്ട് എന്ന് പറയുമ്പോൾ ഈ ടോപ്പിലായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീക്കർ താഴെയും തൊട്ട് സെൻറ്ററിലായിട്ടാണ് ചാർജിങ് പോർട്ടും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഗൊറില്ല ഗ്ലാസോട് കൂടിയുള്ള ഇൻഫിനിറ്റിയോ ഡിസ്പ്ലേ ആണ്. ഇൻഫിനിറ്റിയോ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, ഈ പങ്ക്ജോൾ ക്യാമറ വരുന്നത് കൊണ്ടാണ് ഇതിന് ഇൻഫിനിറ്റിയോ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫിനിഷിങ്ങിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നാരോ ബെസലും അതുപോലെ തന്നെ ഫ്ലാറ്റ് എഡ്ജസും ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. സിം സ്ലോട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ സിം സ്ലോട്ട്. ഇതൊരു ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. എന്ന് പറയുമ്പോൾ ഹൈബ്രിഡ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് അറ്റ് എ ടൈം ഒന്നില്ലെങ്കിൽ 2 സിം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യുക. മെമ്മറി കാർഡ് നമുക്ക് 1 TB വരെയും എക്സ്പാൻഡബിൾ ആണ്. 2 സൈഡിലായിട്ടാണ് സിം പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. നാനോ സിമ്മാണ് ഇതിൽ യൂസ് ചെയ്യേണ്ടത്. സോ ഈ ബ്രാസ് പോർഷൻ ഔട്ട്സൈഡായിട്ട് വരുന്ന രീതിയിൽ വേണം സിം പ്ലേസ് ചെയ്യാൻ. ഈ പ്രോഡക്റ്റിന് 1 ഇയർ വാറൻറ്റിയാണ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ഇതിൻ്റെ 8GB 128GB വേരിയൻറ്റിന് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ 41,000 ആണ്. അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ഓൺലി 39,000 ആണ് കിട്ടുന്നത്. ബട്ട് നമ്മൾ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്ത് കാരണം നമുക്ക് 37,000 ആണ് കിട്ടിയത്. ഇനി ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമുക്ക് ജസ്റ്റ് ഫോണൊന്ന് ഓണാക്കി നോക്കിയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ 6.5 ഇഞ്ച് ഫുൾ HD+ സൂപ്പർ അമോ LED ഇൻഫിനിറ്റിയോ ഡിസ്പ്ലേ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ പങ്ക്ച്വൽ ക്യാമറ ആയതുകൊണ്ട് തന്നെ വൈഡ് വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിൽ ഓൾറെഡി വരുന്ന ആൻഡ്രോയിഡ് വേർഷൻ 11 ആണ്. എന്നാലും ലേറ്റസ്റ്റ് വേർഷനായ ആൻഡ്രോയിഡ് 12ലേക്ക് ഇത് അപ്ഗ്രേഡബിൾ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ടച്ച് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. സാംസങ്ങിൻ്റെ പ്രീമിയം ഫോണിൽ കിട്ടുന്ന ആദ്യം ഒരു സ്മൂത്ത്നെസ് തന്നെയാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, അതിൻ്റെ ഇത് വേറെ തന്നെയാണ്. അപ്പം നിങ്ങൾ 120 ഹെർട്സിൽ സ്ക്രീൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാറ്ററി ഡ്രെയിൻ ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയിട്ട് 120 എന്നുള്ളത് 60ലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഗെയിമേഴ്സിനാണെങ്കിൽ ഇതൊരു ഗെയിമിംഗ് ഫോണായിട്ട് യൂസ് ചെയ്യാം. HD ഗെയിംസ് എല്ലാം ഇതിൽ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഡിസ്പ്ലേ കളർ എന്ന് പറയുമ്പോൾ 16mm ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ 407 ppi ആണ്. സോ ഗെയിമിങ്ങിനും അതുപോലെ തന്നെ വല്ല ഫിലിം വാച്ച് ചെയ്യാനാണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. IP68 റേറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു വാട്ടർ റെസിസ്റ്റൻറ്റ് സ്മാർട്ട് ഫോണാണ്. ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് വെച്ചാൽ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 865 5G ആണ്. അപ്പോൾ ഇതിൻ്റെ ക്യാമറയെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ ഇതൊരു ട്രിപ്പിൾ ക്യാമാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യാമറാസ് എന്ന് പറയുമ്പോൾ 12 അൾട്രാ പിക്സലും 12 8 പിക്സലും ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാം 32 MP ആണ്. അതുകൂടാതെ തന്നെ ഒരു സ്ക്രീൻ യൂസ് ചെയ്ത് നമുക്കൊരു ഫ്ലാഷ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാമറയുടെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 13 ടൈംസ് സൂം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലോ ലൈറ്റിൽ നമ്മൾ വല്ല പിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക്
കിട്ടുന്നതാണ്. മറ്റൊരു മെയിൻ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇത് സിംഗിൾ ടേക്ക് ഫീച്ചറാണ്. അതെന്ന് വെച്ചാൽ AI യൂസ് ചെയ്തിട്ട് ഒറ്റ ഫോട്ടോ തന്നെ പല ആംഗിളിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബാറ്ററി സൈസ് എന്ന് പറയുന്നത് 4500 mAh ആണ്. ഇതിൽ റിവേഴ്സിബിൾ ചാർജിങ്ങും അതുപോലെ തന്നെ വയർലെസ് ചാർജിങ്ങും അവൈലബിൾ ആണ്. പിന്നെ നോർമൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1.5 day ബാറ്ററി നിൽക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിങ്ങിനെ പറ്റി നോക്കാം. ക്യാമറയുടെ റേറ്റിംഗ് എന്ന് പറയുമ്പോൾ നല്ലൊരു ക്യാമറയാണ് നമുക്കിവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ റേറ്റിംഗ് 4.1 ആണ്. അതുപോലെ തന്നെ ബാറ്ററിയുടെ റേറ്റിംഗ് പൊതുവേ 6000 ഒക്കെ നമുക്ക് ബാറ്ററി ഇപ്പോൾ mAh അവൈലബിൾ ആണ്. ബട്ട് ഇതിൽ 4500 ഉള്ളൂ. സോ അതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ റേറ്റിംഗ് 3.1 ഉള്ളൂ. പൊതുവേ സാംസങ് നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഡിസ്പ്ലേയുടെ റേറ്റിംഗ് 4.2 ആണ്. വാല്യൂ ഫോർ മണി ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. ബട്ട് ഇപ്പോൾ ജസ്റ്റ് 37,000 ഉള്ളൂ. സോ വാല്യൂ ഫോർ മണി ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ വീഡിയോനെ പറ്റി വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ആ ലെത്ലോജിക്ക ID ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, അതിൽ നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അടി കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും. ഇറ്റ്സ് ഫോർ ലെത്ലോജിക്ക ആൻഡ് ഐ ആം സൈനിങ് ഓഫ്.